ഹായ് ഗൈസ്, ഇന്ന് ആദമാവിടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ആകെ ക്ഷീണിച്ച് വശകേടായിട്ടിരിക്കണേണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സവാളയൊക്കെ അരിയണത് മീമും പങ്കനും കൂടി സവാളയൊക്കെ പൊളിച്ച് വെച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ച് ചിക്കനൊക്കെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്ന് രാത്രി തന്നെ ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കണേണ്. പിന്നെ നമ്മൾ ബിരിയാണിയുടെ ബാക്കി പണിയൊക്കെ നമ്മൾ രാവിലെയാണ് ചെയ്യണത്. അപ്പോഴേ നമ്മൾ ബിരിയാണിക്കുള്ള അരി ഇടുന്നതാണ്. 10 കിലോ അരിയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ മീമു സവാള അരിയാണ്. നല്ല സ്പീഡിലാണ് മീമു സവാള അരിയാണ്. സവാള ഇട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടി എണ്ണയിലേക്ക് ഇടുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി കൂടിയൊക്കെ തക്കാളി ഇട്ട് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പുതിന എന്നിവ കൂട്ടി അരച്ച പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ചിക്കൻ നമ്മളിത് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, കിസ്മസ്, സവാള ഇതൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിത് ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിലേക്ക് ചോറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റെപ്പായിട്ട് നമ്മളിതേ ചോറിലേക്ക് മല്ലിയിലയും വറുത്ത കശുവണ്ടിയും കിസ്മസൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ബിരിയാണി ചെമ്പൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവർക്കും സെർവ് ചെയ്ത് കഴിച്ചവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ബിരിയാണി നല്ല ബിരിയാണിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ.